ഇവിടെ പ്രേക്ഷകരെ, നവരാത്രി ആഘോഷത്തിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്നലെ വൈകിട്ട് തന്നെ കുട്ടികളൊക്കെ പൂജയൊക്കെ വെച്ച് ഒരു നവരാത്രി വൈബിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ആയുധ പൂജയാണ്. 2-ാം തീയതിയാണ് വിജയദശമി വരിക. കുഞ്ഞു മക്കളൊക്കെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ നവരാത്രി വിശേഷങ്ങളിലേക്കാണ് ഇനി ഹൈ ഫൈവ് പോകുന്നത്. നവരാത്രി നിറവിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കാഴ്ചകളിലേക്ക് പോകാം. തിരുവനന്തപുരം സരസ്വതി മണ്ഡപത്തിൽ നിന്ന് നമ്മുടെ അഞ്ജു ജയപ്രകാശ്, കോഴിക്കോട് തളിയിൽ ക്ഷേത്രത്തിൽ നിന്ന് ദിലിഷ, കൊച്ചിയിൽ നിന്ന് സൈഫുനീസ അലിയാർ നമുക്കൊപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ സരസ്വതി മണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ വിഗ്രഹ ഘോഷയാത്ര തൊട്ട് തുടങ്ങും നവരാത്രി ആഘോഷങ്ങളൊക്കെ. തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് 3 വിഗ്രഹങ്ങളാണ് എഴുന്നള്ളുന്നത്. അതിൽ വേളിമല കുമാരകോവിലിൽ നിന്ന് വെള്ളിമല കുതിരമേൽ വേലായുധസ്വാമി അഥവാ കുമരസ്വാമി, പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ ആരൂഢമായിരിക്കുന്ന സരസ്വതി ദേവി, ശുചീന്ദ്രത്തെ 300 തങ്ക എന്നിവരാണ് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത്. അപ്പോൾ ഇവരൊക്കെ സരസ്വതി മണ്ഡപത്തിലുണ്ട്. ഈ നവരാത്രി ദിവസങ്ങളിൽ മുഴുവൻ അവിടെ ഈ ദേവഗണങ്ങളെയൊക്കെ വെച്ച് ആരാധനയാണ്. പിന്നീട് ഈ ഘോഷയാത്ര വീണ്ടും ഉണ്ടാകും. ഇവരെയൊക്കെ തിരികെ വന്ന സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുപോകുന്ന വേറൊരു ചടങ്ങാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷം ഈ മറ്റ് ജില്ലകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നവരാത്രി ആഘോഷം എന്ന് പറഞ്ഞാൽ തന്നെ തിരുവനന്തപുരത്തെ പൂജപ്പുര സരസ്വതി മണ്ഡപമാണ്. അവിടെ നിന്നാണ് നമ്മുടെ അഞ്ജു ജയപ്രകാശ് ചേർന്നത്. അഞ്ജു, പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി ആഘോഷം എങ്ങനെ പുരോഗമിക്കുന്നു? എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. അവിടുത്തെ ആഘോഷം എങ്ങനെയായിരിക്കുമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. സമയം കുറച്ച് നേരത്തെ ആയി പോയെങ്കിലേ ഉള്ളൂ. ഏതുവരെ എത്തി? സേതു, തിരുവനന്തപുരത്ത് ഏതാഘോഷവും വളരെ കളറായിട്ട് തന്നെയാണ് നടക്കാറ്. അതിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയായാലും ഈ നവമിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളായാലും ഏതാഘോഷമായാലും. ഞാനിപ്പോൾ നിൽക്കുന്നത് സരസ്വതി മണ്ഡപത്തിന് തൊട്ട് മുൻപിലുള്ളതാണ് പൂജപ്പുര. ഇവിടെ ഇപ്പോൾ ആളുകളുടെ ഒരു തിരക്ക് വല്ലാതെ വർദ്ധിച്ചു വന്നു. ഇപ്പോൾ സമയം കൂടുന്തോറും ആളുകൾ കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിറപറ ഒക്കെ ഒരുക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ആളുകളൊക്കെ വരിയായിട്ട് ക്യൂ നിന്ന് അമ്പലത്തിലേക്ക് കയറുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ വലിയ തരത്തിൽ ഈ നവമി ആഘോഷം അതിങ്ങനെ പൊടിപൊടുക്കുകയാണ് ഇവിടെ. എന്തായാലും ഇന്ന് ദുർഗാഷ്ടമി ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട പൂജകളും കാര്യങ്ങളും ഒക്കെയാണ്. കഴിഞ്ഞ 9 ദിവസങ്ങളിലും സമാനമായിട്ട് ആളുകളുടെയൊക്കെ വലിയ തിരക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ വിജയദശമി ദിവസം ഏറ്റവും കൂടുതൽ കുരുന്നുകൾ പല സ്ഥലങ്ങളിലായിട്ട്, തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരാറുമുണ്ട്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ്. ഇക്കുറിയും തെറ്റാതെ തന്നെ ആളുകളുടെ ഒരു വലിയൊരു ഒഴുക്ക് ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇപ്പോൾ കുടുംബങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെയും ചുറ്റും സമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. അമ്പലത്തിനകത്തും പുറത്തുമൊക്കെ ആളുകൾ, നേരത്തെ ചെറിയൊരു തിരക്ക് കുറവുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ സമയം കൂടുന്തോറും ആളുകൾ കൂടി വന്നിരിക്കും. ഈ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ ജനകീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ തിരക്ക് ഉണ്ടാവാറുണ്ട്? എല്ലാ ദിവസവും കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഇതിപ്പോൾ കഴിഞ്ഞ വർഷം അത്രയും തിരക്കില്ലായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ 8 ലക്ഷത്തിന് മേലെ ആൾക്കാർ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു 12 ലക്ഷം പേരെയാണ് ഈ 11 ദിവസം കൊണ്ട്, ഇപ്പോൾ 10 ദിവസമല്ല 11 ദിവസമാണ് ഉത്സവം ഉള്ളത്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന കുറയാണ്. കാരണം ഈ പുസ്തകം വയ്ക്കുന്ന കാര്യത്തിൽ പുസ്തകം 1500 മേലെ പുസ്തകം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ, അതേമാതിരി വിദ്യാരംഭം തന്നെ 1100 മേലെ വിദ്യാരംഭം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കാവടി 900 മേലെ കാവടി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവം വരുന്നത്. പക്ഷേ എന്തായാലും ജനകീയ സമിതി പൂർണ്ണ സജ്ജമാണ്. നമുക്ക് ഒരു ടെൻഷനും ഇല്ല. മറ്റന്നാൾ വരുന്ന കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കാനുള്ള എല്ലാ ഗുരുക്കന്മാരെ എല്ലാം കൃത്യം 5:30 മണിക്ക് തന്നെ ക്ഷേത്രതന്ത്രി അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30 മണിക്ക് തന്നെ വിദ്യാരംഭം കുറിക്കും. കാവടി ഘോഷയാത്ര കറക്റ്റ് സമയത്ത് വരും. എല്ലാം സജ്ജമായിട്ടുണ്ടായിരിക്കും. നമ്മുടെ സെക്രട്ടറി കൂടി ഇവിടെയുണ്ട്. അത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് ക്ഷേത്ര ജനകീയ കമ്മിറ്റിയുടെ ആളുകൾ കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാ ഒരുക്കങ്ങളും, അതായത് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയദശമി ദിവസമാണ്. കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനായിട്ട്. ശരി, അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ആളുകൾ കൂടും. പിന്നെ മാത്രമല്ല, പൂജപ്പുര മൈതാനത്ത്, ക്ഷേത്രത്തെ തൊട്ടപ്പുറത്തുള്ള പൂജപ്പുര മൈതാനത്ത് എല്ലാവിധ സജ്ജീകരണം
തന്നെ നമുക്ക് ഈ മറ്റ് ആഘോഷങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ സജ്ജമാണ്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാനും ഒക്കെ പിള്ളേരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ വലിയ തിരക്കും അനുഭവപ്പെടും. കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, അപ്പോഴായിരിക്കും കാഴ്ച വേറൊരു വൈബിലേക്ക് വരിക. ഇനിയിപ്പോൾ നമുക്ക് കോഴിക്കോട് നവരാത്രി ആഘോഷങ്ങളിലേക്ക് പോകാം. ദിൽഷ, എന്തായി, ഏതുവരെ എത്തിയ ആഘോഷങ്ങൾ? സേതു, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൻ്റെ നവരാത്രി മണ്ഡപത്തിലാണ്. ദൃശ്യങ്ങളിൽ എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും. സെപ്റ്റംബർ 22 മുതൽ ഇവിടെ തളി ബ്രാഹ്മണ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിവിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ്, നവരാത്രി ആഘോഷങ്ങളാണ്. ഇതിപ്പോൾ വലിയ ബൊമ്മക്കൂലുമാണ് ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചിട്ടുള്ള ബൊമ്മകളെയൊക്കെയാണ് ഇതുപോലെ 11 പടികളിലാക്കിയിട്ട് അതിഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ ഹൈന്ദവ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദേവീ ദേവന്മാരുടെ രൂപങ്ങളും നവധാന്യങ്ങൾ, അതുപോലെ തന്നെ വിവിധ പഴവർഗ്ഗങ്ങളുടെ രൂപങ്ങൾ, അത്തരത്തിൽ വിവിധ മൃഗങ്ങൾ, പുഷ്പങ്ങൾ, അത്തരത്തിൽ ഒരുപാട് കാണാൻ തന്നെ കണ്ണിന് വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. അതിവിപുലമായിട്ടുള്ള ആഘോഷമാണ് ഇവിടെ 10 ദിവസവും നടക്കുക. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഇത്തവണ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. അതെ, കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായി എല്ലാ വർഷവും നവരാത്രിയിൽ ബൊമ്മക്കോല് ഒരുക്കാറുണ്ട്. ഇത്തവണ 11 പടികളിലായിട്ട് വലിയ ബൊമ്മകളാണ് നമ്മൾ ഇത്തവണ നവരാത്രി ബൊമ്മക്കോലുവിൽ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബൊമ്മക്കോല് കണ്ടാൽ തന്നെ അറിയാം, വലിയ വലിയ ബൊമ്മകൾ ഞങ്ങൾ ഇത്തവണ നിരത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മുക്കോടി ദേവതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രയും ദേവതകളെ നമുക്ക് പടികളിൽ ഒരുക്കാൻ പറ്റില്ല. അപ്പോൾ പരമാവധി ദേവി ദേവന്മാരെ ഗൊലിപ്പടികൾ ഒരുക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ പേരിലാണ് ഈ നവരാത്രി ബൊമ്മക്കൊലൂടെ ഒരുക്കിയിട്ടുള്ളത്. ഈ നവരാത്രി ബൊമ്മക്കൊലു എന്ന് പറയുന്നത് കന്നിമാസത്തിലെ അമാവാസി നാൾ, അതായത് വാവിൻ്റെ നാൾ ഉച്ചയ്ക്ക് ശേഷമാണ് ബൊമ്മ ഒരുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. രക്തചന്ദനത്തിൽ ഉള്ള ബൊമ്മകളാണ് സാധാരണ രീതിയിൽ വയ്ക്കാറുള്ളത്. ഇതാണ് രക്തചന്ദനങ്ങളിലുള്ള ബൊമ്മ. ആ കുംഭത്തിൻ്റെ പിന്നിലുള്ള രക്തചന്ദനത്തിലുള്ള ബൊമ്മകളാണ് ബൊമ്മക്കൊലു പടികളിൽ ഒരുക്കേണ്ടത്. ഇപ്പോൾ രക്തചന്ദനങ്ങളുള്ള ബൊമ്മകൾ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ബൊമ്മകൾ ഒരുക്കുന്നത്. ആ കന്നിമാസം അമാവാസി നാളിൽ വൈകുന്നേരം കുംഭത്തിൽ ദേവിയെ ആവാഹിച്ച്, നിങ്ങൾക്ക് അവിടെ കാണാം, കുംഭത്തിൽ ദേവിയെ ആവാഹിച്ചിട്ടാണ് ഈ ബൊമ്മകൾ ഒരുക്കുന്നത്. തുടർന്ന് ദശമി വരെ 10 ദിവസങ്ങൾ. ഇത്തവണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ശൂന്യതിഥിയുണ്ട്, അതുകൊണ്ട് തന്നെ 11 ദിവസമാണ് ബൊമ്മക്കൊലു ആഘോഷിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും നിവേദ്യമുണ്ട്, വൈകുന്നേരവും ഈ ബൊമ്മക്കൊലു ദേവന്മാർക്ക് നിവേദ്യം. നിങ്ങൾ കാണാം, അവിടെ ഭക്തജനങ്ങൾക്ക് നിവേദ്യ പ്രസാദം, വരുന്ന എല്ലാ ഭക്തജനങ്ങളും, സുമംഗലികൾക്ക് താമ്പൂല പ്രസാദം, മഞ്ഞളടക്കമുള്ള നിവേദ്യ പ്രസാദം അടക്കമുള്ള പ്രസാദം അവിടെ കൂടും. അതുകൂടാതെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കോഴിക്കോട് നവരാത്രി ആഘോഷം പുരോഗമിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബൊമ്മക്കുലുവിന്റെ ചരിത്രം മുതൽ എല്ലാ കാര്യം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമായി വിശദമായി തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി എത്തിച്ചു, എൻ്റെയും ഒക്കെ അറിവിന് വേണ്ടി എത്തിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കൊച്ചിയിലേക്ക് പോവാം. കൊച്ചിയിലെ നവരാത്രി ആഘോഷങ്ങളിലേക്ക് സൈഫുനീസാനുള്ള സൈഫുനെ നേരത്തെ കാണുമ്പോൾ തന്നെ ബാക്കിൽ ബൊമ്മക്കുലുവൊക്കെ ഉണ്ട്. സൈഫു പണ്ട് വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, അല്ലെങ്കിലേ ബുക്ക് തുറക്കാറില്ല, പിന്നെ പൂജ വയ്പ്പ് കഴിഞ്ഞാൽ പിന്നെ അന്ന് പൂജ വയ്പ്പാണെന്നും പറഞ്ഞിരിക്കാം. അങ്ങനത്തെ ഒരു ഓർമ്മയാണ് എപ്പോഴും ഈ പൂജ വയ്പ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരിക. അപ്പോൾ ഏതുവരെയൊക്കെ എത്തി നവരാത്രി ആഘോഷങ്ങൾ? ഇന്ന് ദുർഗാഷ്ടമിയാണ്. സേതു, അതെ, ഇന്ന് ആഘോഷങ്ങളുടെ ദിവസമാണ്. ഈ നേരത്തെ ബുക്ക് വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ അവധി ദിവസങ്ങളിൽ പൂജാ ഹോളിഡേയ്സിൻ്റെ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിൽ പോവുകയാണെങ്കിൽ പോസ്റ്റർ കണ്ടാൽ പോലും കണ്ണടച്ചിരിക്കുന്ന ആൾക്കാർ നമ്മൾ. അതിൽ അക്ഷരങ്ങൾ പോലും വായിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പോൾ അങ്ങനെയുള്ളവരാണ്. പക്ഷേ അതെ അതെ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഉള്ളത് എറണാകുളം ബ്രാഹ്മണ സഭയുടെ വനിതാ വിഭാഗം ഒരുക്കിയിരിക്കുന്ന ബൊമ്മക്കൊലുവൊക്കെയാണ്. ഇവിടെ ആഘോഷങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസികൾ കൊണ്ടുവന്ന പൂജാദ്രവ്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെക്രട്ടറി ഉണ്ട്. എന്തൊക്കെയാണ് ഇത്തവണ ബൊമ്മക്കൊലുകൾ ഏതൊക്കെയുള്ളത്? എന്തൊക്കെ ബൊമ്മക്കൊലുവാണുള്ളത്? എന്തൊക്കെ പൂജ എന്ന് വരെയുണ്ട്? പൂജ ഇന്നും നാളെ നവമി, ദശമി പൂജ എടുപ്പ് വരെ പൂജയുണ്ട്. എന്നും വൈകുന്നേരം ഇതുപോലുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള പൂജകളുണ്ട്. ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള പൂജയാണ്. സരസ്വതി ദേവിക്ക് പ്രത്യേകമായിട്ടാണ് പൂജ ചെയ്യുന്നത്.
അത് ഇതിന് ശേഷം പരിപാടി ഉണ്ടല്ലേ, വയലിൻ കച്ചേരിക്ക്? വയലിൻ കച്ചേരിയുണ്ട്. ഡെയിലി ഓരോ ദിവസം ഓരോ പരിപാടികളുണ്ട്. അപ്പം നിങ്ങൾ സ്ത്രീകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അല്ലേ? അതെ, ഞങ്ങൾ വനിതാഭാഗം എന്ന് പറയും. ഞങ്ങൾ കേരള ബ്രാഹ്മണ സഭ ആണുങ്ങളുണ്ട്, ആണുങ്ങളുടെ താഴെ വനിതാഭാഗം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളാണിത് വർഷങ്ങളായിട്ട് ഞങ്ങൾ തന്നെയാണ് ഇത് നടത്തുന്നത്. അതെ, പല ആളുകളും ഉണ്ട്, പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഇവിടെ നമ്മുടെ സീരിയൽ താരമൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് വിശ്വാസം ഉള്ള ആളാണല്ലേ ചേട്ടൻ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇത്ര ദിവസം, ഈ ദിവസങ്ങളൊക്കെ എങ്ങനെ കടന്നു പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു, എല്ലാ വർഷത്തെയും പോലെ നല്ല രീതിയിൽ പോകുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടോ ഈ ഒരു ദിവസത്തിൽ? അങ്ങനെയില്ല, നമ്മൾ എല്ലാ വർഷം വ്രതം എടുക്കും, 10 ദിവസം വ്രതം എടുക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും അമ്പലത്തിൽ ഇങ്ങനെ ഇതുണ്ടാവും, ഗസ്റ്റായിട്ടൊക്കെ പോകാറുണ്ട്. പിന്നെ ഇവിടെ മുടങ്ങാണ്ട് വരും, കാര്യം കൊലു ഇവിടെയാണ് കൂടുതൽ ഉണ്ടാവാറ്. അപ്പം അത് കാണുന്ന ഒരു സന്തോഷമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഓരോ വിഗ്രഹത്തിനും വല്ല വെറൈറ്റിയാണ്, കാരണം എല്ലായിടത്തും കാണുന്ന ടൈപ്പല്ല. അപ്പം അത് കാണാനായിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ റോൾട്ടപ്പിൻ്റെ അവിടെ നമ്മൾ സ്ഥിരം വരുന്നതാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഇവിടെ കൊലു ഒരുക്കത്. ലക്ഷ്മണരേഖയൊക്കെ കണ്ടു, ലക്ഷ്മണരേഖ, ഒപ്പം തന്നെ ഉടുപ്പി കൃഷ്ണൻ, എല്ലാം ഭയങ്കര വെറൈറ്റിയാണ്. ഇപ്പം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കണ്ട ഭഗവാന്റെ ഇപ്പോൾ ശിവപാർവതിമാരൊരു വിത്ത് ഫാമിലിയൊക്കെ അതെങ്ങനെ ഞാൻ കണ്ടത് അവിടെ ശിവന്റെയും പാർവതിയുടെയും വിവാഹം മഹാവിഷ്ണു കൈപിടിച്ചു കൊടുക്കുന്നതാണ്. എല്ലാം ഉണ്ട്, വെറൈറ്റി ആയിട്ടാണ്. അങ്ങനെ പല രീതിയിലുള്ള ബൊമ്മക്കുലുമാണ്. നമുക്കത് അവിടേക്ക് തന്നെ കുറച്ചുകൂടെ നല്ല വിഷ്വലി നല്ല റിച്ച് ആണത്. നമ്മൾ ഇപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൊമ്മക്കുലു പല രീതിയിലുള്ള ബൊമ്മക്കുലു ഉണ്ട്. ഇത് ഉടുപ്പി കൃഷ്ണനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മഹാവിഷ്ണു കൈപിടിച്ചു കൊടുക്കുന്ന ശിവന്റെയും പാർവതിയുടെയുമാണ്. അങ്ങനെ പല രീതിയിലുള്ള ബൊമ്മക്കുലുമാണ്. ഇതും ഈ സ്ത്രീകൾ പല നവരാത്രി ആഘോഷങ്ങൾ നാട്ടിൽ പുരോഗമിക്കുകയാണ്. എല്ലാവരും ആ ഒരു ആഘോഷ നിറവിൽ തന്നെയാണ്. നമുക്കിനി അടുത്ത ദിവസമൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ നവരാത്രിയുടെ അവസാന ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാം.